നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് 2-3 വർഷം പഴക്കമുള്ള ഒരു ഓഡിയോ കോളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിവാഹ തട്ടിപ്പ് വിവരന്മാരുണ്ട്. കാരണം നമ്മൾ നിലവിലൊരു കല്യാണം കഴിച്ച് ഭാര്യേനെയൊക്കെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ആ ഭാര്യ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ പുറത്തുള്ള ഒരു പെണ്ണുമായിട്ട് അവിഹിത ബന്ധം, അതുപോലെ തന്നെ പ്രേമം, അതുപോലെ ഒളിച്ചോട്ടം, അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഭാര്യ അറിയാതെ തന്നെ കല്യാണം കഴിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്ക് നല്ലൊരു മറുപടിയായിട്ടാണ് ഇന്നിപ്പം വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സായി മാട്രിമോണി എന്ന് പറഞ്ഞിട്ട് ഒരു വിവാഹ ബ്യൂറോയിലോട്ട് ഒരു വരൻ വിളിക്കുകയാണ്. വരനല്ല, അയാൾ ഒരു കല്യാണം കഴിഞ്ഞ ആളാണ്. കഴിഞ്ഞിട്ട് രണ്ടാം വിവാഹം ഉണ്ടോ, മൂന്നാം വിവാഹം ഉണ്ടോ? അപ്പോൾ പറഞ്ഞു രണ്ടാം വിവാഹമുണ്ട്, മൂന്നാം വിവാഹമുണ്ട്. അപ്പോൾ സാറിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിവാഹം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറയും. അപ്പം ഇയാൾ പറയുന്നത്, എനിക്ക് നിലവിൽ ഭാര്യയൊക്കെ ഉണ്ട്, ഭാര്യ അറിയാതെ കല്യാണം കഴിക്കണം, ഭാര്യ അറിയാൻ പാടില്ല, ഞാൻ നല്ലപോലെയൊക്കെ നോക്കും, പക്ഷെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തില്ല, വേറെ താമസിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടി, ആ കസ്റ്റമർ, അവിടെ ആ സായി മാട്രിമോണിയിലിരിക്കുന്ന ആ ലേഡി സ്റ്റാഫ് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഓഡിയോ കോള്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ഹലോ 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 ഇത് സായി മാട്രിമോണി എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണോ? ഞങ്ങളൊരു പരസ്യം കണ്ടിട്ട് വിളിക്കുക. ഒരു 60 ദിവസത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണ്ടിയാണ് സാർ വിളിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ട് തന്നെ. നമ്മളെന്താന്ന് വെച്ചാലേ, നിങ്ങൾ എങ്ങനെ ഇത് 60 ദിവസത്തിനുള്ളിൽ വിവാഹം ശരിയാക്കി തരാനാണ് നമ്മൾ പോസ്റ്റർ കണ്ടിട്ടുള്ളത്, ശരിയാണോ? അതെ സാർ, 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പെൺകുട്ടികളെ ഞങ്ങൾ ചെയ്തു തരും. ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളെയും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതെന്താ വെച്ചാൽ നമ്മളെന്താ പറയുന്ന അറിയോ, നമ്മൾ കുറേ പൈസ ഇതേമാതിരി മാട്രിമോണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓലൊക്കെ 2000-3000 വാങ്ങാന്നല്ലാതെ കുറെ നമ്മൾ പെട്ടിരുന്ന അങ്ങനെയൊന്നും അല്ലല്ലോ. ഇല്ല സാർ, ഞങ്ങൾ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് പോലും വാങ്ങുന്നില്ല. 60 ദിവസത്തിനുള്ള ചാർജ് ആയിട്ട് ഞങ്ങൾ വെറും ഞങ്ങളുടെ 300 രൂപ മാത്രമേ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അങ്ങനെയാണല്ലേ? അതെ, വേറെ യാതൊരു ചാർജ് നിങ്ങൾക്ക് വരുന്നില്ല. ഈ രണ്ടാം വിവാഹമൊക്കെ ഉണ്ടോ നിങ്ങളൊരു രണ്ടാം വിവാഹം? ഉണ്ടല്ലോ സാർ, രണ്ടാം വിവാഹം ഉണ്ട്, മൂന്നാം വിവാഹം ഉണ്ട്. സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആയിക്കോട്ടെ. ഇത് എങ്ങനെ വെച്ചാൽ നമ്മൾ ഭാര്യ അറിയാതെ കെട്ടാനാണ്, വിഷയമൊന്നുമില്ല. നമ്മൾ നോക്കും, പിന്നെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല, നമ്മൾ അവളെ നോക്കും, വീട്ടിലേക്ക് കൊണ്ടുപോകില്ല, ഭാര്യ അറിയാൻ പാടില്ല, അങ്ങനത്തെ ഉള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ? ചോദിച്ചോളൂ. ഭാര്യ ഡിവോഴ്സ് ഒന്നല്ലല്ലോ, ഭാര്യ ഉണ്ടല്ലോ ഇപ്പൊ? ഭാര്യ ഉണ്ട്, ഒരു കുഴപ്പമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പൊ സാറ് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് നല്ലതായല്ലോ. സാറിന്റെ നമ്പരും ഡീറ്റെയിൽസും തന്നു, ഭാര്യയുടെ ഡീറ്റെയിൽസും തന്നോളൂ. അപ്പം സാറിന് ഞങ്ങൾ കല്യാണം 60 ദിവസം കൊണ്ട് റെഡിയാക്കുന്നതോട് കൂടി സാറിന്റെ ഭാര്യയ്ക്ക് ഞങ്ങൾ 60 ദിവസം കൊണ്ട് ഒരു ചെറുക്കനെ റെഡിയാക്കി തരുമല്ലോ. അയ്യോ, അല്ല സാറത് അങ്ങനെയാണെങ്കിൽ സാറിന് ഇപ്പൊ ഒരു കെട്ടാം. അപ്പം സാറിന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ റെഡിയാക്കി തരുമ്പോൾ സാറിന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ സാറിന്റെ ഭാര്യയ്ക്കും അനുയോജ്യമായ ഒരു ചെറുക്കനെ ഞങ്ങൾ ഈ സൈറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തി തരും. അതെ. നിങ്ങളുടെ നമ്പർ എത്രയാണ്? ഓക്കെ സാർ, ഞങ്ങളുടെ നമ്പർ തരാം. ഞങ്ങളുടെ പരസ്യ നമ്പറും തരുന്നുണ്ട്. 81 29 44 90 91. നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങളുടെ ഭാര്യയ്ക്കും സാറിനും. അല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാനിന്റെ ഒരു സുഹൃത്ത് ചോദിച്ചതാട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ, എനിക്ക് വേണ്ടിയിട്ടല്ല ചോദിച്ചത്. ഓക്കെ സാർ, അത് പറഞ്ഞത് കൊണ്ടാണ്. സാറിന് ഒരു പെണ്ണിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നു. തീർച്ചയായും സാറിന്റെ ഭാര്യയുടെ അഡ്രസ് ഞങ്ങൾക്ക് തന്നാല് ഞങ്ങൾ ഭാര്യയ്ക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. അത് ഷുവർ ആണ്, 100% ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. സോറി, ഞാൻ അവനക്ക് കൊടുക്കാം. എന്താ ആയിക്കോട്ടെ കേട്ടോ, നിങ്ങൾ അവനക്ക് വിളിക്കൂ. ഞാൻ അവന്റെ നമ്പർ നിങ്ങൾക്ക് കുറച്ച് വിളിച്ചു പറഞ്ഞു കേട്ടോ. ഓക്കെ സാർ, ഓക്കെ സാർ. കണ്ടില്ലേ, ഇങ്ങനെ വേണം മറുപടി കൊടുക്കാനായിട്ട്. കാരണം ഇങ്ങനത്തെ പെൺകുട്ടിയന്മാർ, വിവാഹ തട്ടിപ്പ് വിവരന്മാർ, അതുപോലെ തന്നെ പിന്നെ എവിടെയെങ്കിലും ഒളിച്ച് താമസിപ്പിക്കുക. ശരിയാണ്, ആ പെൺകുട്ടി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നിങ്ങൾ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വിവാഹം ശരിയാക്കി തരും. അപ്പോൾ നിങ്ങളുടെ ഭാര്യ അവിടെ ഇരിക്കുകയല്ലേ, അപ്പോൾ അവർക്കൊരു വരനെ ഞങ്ങൾ ഉണ്ടാക്കി തരാം. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും ഒക്കെ ഇവിടെ തരിക.
അപ്പോൾ നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് നിങ്ങൾക്കുണ്ടാക്കി ഒരു കല്യാണം തരുമ്പം ഇവർക്കും ഞങ്ങളൊരു കല്യാണം ഉണ്ടാക്കി എടുക്കും. കാരണം അവരവിടെ ഒറ്റയ്ക്കാണല്ലോ. സംഭവം ശരിയാണ്. കാരണം ഇവൻ ആരും അറിയാതെ ചുടുവിലൊരു കല്യാണം കഴിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നിട്ട് രഹസ്യമായിട്ട് താമസിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ നടത്താമല്ലോ. ഈ ഭാര്യയുടെ അടുത്ത് ഇടയിൽ ഇങ്ങനെ വന്നിട്ട് ഇനി വെളിച്ചപ്പാട് വരുന്ന പോലെയൊക്കെ ഒന്ന് മാവേലി വരുന്ന പോലെയൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി പോവുകയും ചെയ്യാം. ഈ രണ്ട് കാര്യം കൂടി നടക്കുമെന്ന് വെച്ചിട്ടാണ് ഇവൻ ചെയ്തത്. പക്ഷേ ആ പെൺകുട്ടിയുടെ മറുപടി സൂപ്പറാണ്. അങ്ങനെ തന്നെ വേണം മറുപടി പറയാനായിട്ട്. എന്നിട്ട് ഇവൻ ലാസ്റ്റ് മെഴുകുകയാണ്. എനിക്കല്ല കേട്ടോ, എനിക്കുള്ള എൻ്റെ ഒരു ഫ്രണ്ട്സ്, എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങളോട് ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞത്. അപ്പോൾ ഞാൻ അവൻ്റെ നമ്പർ തരാം, നിങ്ങളും തമ്മിൽ അയക്കോ എന്നും പറഞ്ഞിട്ടാണ് ഇയാൾ ഫോൺ വെക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടുകാരനും ഇല്ല, ആരുമില്ല. കൂട്ടുകാരൻ കൂട്ടുകാരനുണ്ടെങ്കിൽ തന്നെ കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ല. സംഭവം ഇവൻ തന്നെ ഇവൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവന് ചുളിവിൽ ഇങ്ങനെ കല്യാണം ശരിയാക്കി തരുവാണെങ്കിൽ കല്യാണം കഴിക്കാം. അപ്പോൾ അത് വേറെ താമസിപ്പിക്കുക, ഭാര്യ അറിയുകയും ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് കോളാണ്. ഇതിനകം തന്നെ ഇവൻ്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബ് ചാനലിൽ കൂടി പോകുന്നതല്ലേ അത്. അപ്പോൾ അങ്ങനെ വേണം മറുപടി എടുക്കാൻ. ശരിയാണ്, 60 ദിവസം കൊണ്ട് ഇവന് പെണ്ണ് ശരിയാക്കും, ഇവൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറുക്കനെ ശരിയാക്കി തരും. അതാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. അതല്ലാതെ ഞാൻ ശ്രമിക്കാം, സാറ് ഇനി ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഞാൻ ഭാര്യയുടെ കാര്യമൊന്നും നമുക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല, സാറിന് വേണം ശരിയാക്കി തരാം എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ കൊടുക്കണം മറുപടി ആരായാലും. കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പ് വിവരന്മാർ ഒരുപാടുണ്ട്. പിന്നെ വേറെ വിവാഹ പന്തലി വന്നിട്ട് വിവാഹ ബ്യൂറോയിൽ നേരെ വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാര അടിക്കുക. നിങ്ങൾ കല്യാണം കഴിഞ്ഞാണോ? അപ്പോൾ അങ്ങനെ ഒരു വോയിസ് കൊടുക്കുക അടുത്ത് ഇന്നലെയൊക്കെ ഞാൻ കേട്ടതാണ്. അത് കുറച്ച് പഴക്കമുള്ളതാണ്. അപ്പം പെണ്ണിനോട് ചാറ്റ് ചെയ്യാൻ സംസാരിക്കാൻ പറ്റുമോ? എത്ര ഞങ്ങൾ മുടക്കണം? അപ്പോൾ എത്ര ഒരു പീസ പെണ്ണ് അവിടെ ഇരിക്കുന്ന ലേഡി സ്റ്റാഫ് പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ? അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന പെണ്ണുമായിട്ട് പഞ്ചാരടിക്കും. അതായത് ഇവിടെ വളയ്ക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വളയുകയല്ല. പക്ഷേ ഇവൾ വളയുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് കല്യാണം കഴിഞ്ഞാണ്. പക്ഷേ സാറ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാറിന് ഞങ്ങളൊരു പെണ്ണിനെ ഉണ്ടാക്കി തരാം. എന്നാൽ പിന്നെ ഞാൻ വിളിക്കാം, നാളെ ഞാൻ വിളിക്കാം, അല്ലെ നാളെ എന്നെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ കുറേ ഈ ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് വേറൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാണ്. പക്ഷേ അതിൻ്റെ കൂടെ ആകുമ്പോൾ അതും കൂടി അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഇവനൊക്കെ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവനൊക്കെ ബുദ്ധി ബോധമുള്ളവരാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണം. അല്ല വെറുതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ ചിലപ്പോൾ പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട് വിവാഹ ബ്യൂറോയിലിരിക്കുന്ന പെണ്ണുങ്ങളായിട്ട് കമൻ്റ് അടിക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസ് സ്റ്റാഫിലിരിക്കുന്ന പെണ്ണുങ്ങളായിട്ട് കമൻ്റ് അടിക്കുക ഫോണിൽ കൂടി വിളിച്ചിട്ട്. കാരണം ഇങ്ങനത്തെ ഞരമ്പ് രോഗികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ തന്നെയുള്ള പീഡനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ അവരെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോടാൻ അറിയുന്നത്, അല്ലെങ്കിൽ ഫോൺ വെച്ച് പോടാൻ അറിയുന്നു പറയും. കാരണം അതുപോലുള്ള വർത്തമാനങ്ങളും കോഷ്ടികളൊക്കെയാണ് ഇവൻ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ എന്താണെന്നറിയോ, കല്യാണം കഴിക്കണമെന്നുണ്ടെന്നാൽ വിവാഹ ബ്യൂറോയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളെ കമൻ്റ് അടിച്ച് വളച്ച് എങ്ങനെയും കാര്യങ്ങൾ സാധിക്കാനുള്ള പരിപാടിയാണ് അവർ നോക്കുന്നത്. കാരണം ഇവർ ഈ നാറിയൊക്കെ ഇത്ര വലിപ്പമുണ്ടെന്നല്ലോ, ഇത്ര വലിപ്പമുണ്ടല്ലോ ഇവരൊക്കെ. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.